നമ്മുടെ കുടുംബത്തിലോ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലോ നമുക്ക് വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ലേ? അങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിൽ മാത്രം വരാറുള്ള ആ വ്യക്തിയായിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കഥ മുഴുവനായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. അതിനു മുന്നേ ഈ കഥ ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലായി സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കുഞ്ഞു മെമ്പർഷിപ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ കഥയിലെ നായിക ലിസി ആൻറ്റിയാണ് കേട്ടോ. ലിസി ആൻറ്റിക്ക് ഭർത്താവും 2 ആൺമക്കളുമാണ് ഉള്ളത്. 2 ആൺമക്കളും പുറത്ത് പഠിക്കാൻ പോയിരിക്കുവാണ്. ഭർത്താവാണെങ്കിലോ കച്ചവടവുമായി എപ്പോഴും തിരക്കിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ലിസി ആൻറ്റി എപ്പോഴും വീട്ടിലൊറ്റയ്ക്ക് തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ചോദിച്ചു, അവിടെ കുറച്ച് ദിവസം ആൻറ്റി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നീ പോയി അവിടെ 2 ദിവസം നിൽക്ക്, കോളേജ് അടുത്തല്ലേ. ഞാൻ പറ്റില്ല എന്ന് പറയാൻ പോയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ആൻറ്റിയുടെ വീട്ടിലെത്തി. എന്നാ പറ്റി, എങ്ങോട്ടൊക്കെ വരാൻ എന്നോട് ലിസി ആൻറ്റി ചോദിച്ചു. അവിടെ കുറച്ച് ദിവസമായിട്ട് ആൻറ്റി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ അങ്കിൾ എന്നെ വിളിച്ച് പറഞ്ഞു, നീ അവിടെ പോയി 2 ദിവസം നിൽക്ക്, കോളേജ് അടുത്തല്ലേ, ഞാൻ പറ്റില്ല എന്ന് പറയാൻ പോയില്ല. ഓഹോ, അപ്പം അങ്കിൾ പറഞ്ഞുകൊണ്ട് മാത്രമാണോ നീ വന്നേ? അല്ലാതെ നിനക്കൊരു താല്പര്യവുമില്ലേ? അതൊക്കെയുണ്ട്, എന്നാലും നമ്മുടെ സ്വന്തം വീട് പോലെ നമുക്ക് സ്വാതന്ത്ര്യം കാണിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം നമ്മളോടില്ലെങ്കിലും കിട്ടുന്ന ചാൻസ് നമ്മൾ ദുരുപയോഗം ചെയ്യരുതല്ലോ. ഓഹോ, അതെന്താടാ അങ്ങനെ? നീ തെളിച്ചു പറ. അതായത് അവിടെ വരുന്നത് കൊണ്ട് എനിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല അടിപൊളി ഫുഡ് കിട്ടും, അത് മാത്രമാണ് എന്ന് പറഞ്ഞ് ഞാനവിടെ ഒരു നിമിഷം മിണ്ടാതെ നിന്നോട്ടോ. പിന്നെ അതുമാത്രമേ ഉള്ളൂ? അങ്ങനെ ചോദിച്ചാൽ ഇവിടെ നല്ല ക്ലൈമറ്റാ, ചൂടിൻ്റെ ശല്യമില്ല. പിന്നെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഫോൺ അധികം യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ലല്ലോ, എപ്പോഴും പഠിക്കണം. ഞാൻ വീട്ടിലാണെങ്കിൽ എപ്പോഴും ഫോണിലായിരിക്കും. ആൻറ്റി അതിനെ സമ്മതിക്കാത്തതാണ് എനിക്കൊരു പ്രശ്നം. പിന്നെ ഇവിടെയാണെങ്കിൽ ആൻറ്റി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാനും കൂടെ വേണം. എനിക്കാണെങ്കിൽ ഈ ദൈവവും പ്രാർത്ഥനയും എല്ലാം ഇപ്പോൾ അലർജിയാണ്. നീ ആൻറ്റിയുടെ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് ലിസി ആൻറ്റി വേഗം പോയി അടുക്കളയിലേക്ക് പോയി എനിക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വന്നു. ഏയ്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള ഫുഡ് വൃത്തിയോടെ സ്നേഹത്തോടെ ആരുണ്ടാക്കി തന്നാലും ഞാൻ തിന്നും. എന്നാൽ ഇടയ്ക്ക് ഇങ്ങോട്ട് പോരെ, ഞാൻ റെഡിയാക്കി വെച്ചേക്കാം, എല്ലാം നീ വന്ന് കഴിച്ചോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയി. അതൊക്കെ പോട്ടെ, നിൻ്റെ കോളേജൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, അങ്ങനെ തട്ടിമുട്ടി പോകുന്നു. പ്രേമമൊക്കെ ഉണ്ടോ? ഇല്ല. അതെന്താ, നിനക്ക് പെൺപിള്ളേരെ ഇഷ്ടമല്ലേ? ഏയ്, ആ പിള്ളേരൊന്നും എനിക്ക് പറ്റിയ ടൈപ്പല്ലെന്നേ. അവരെല്ലാം ഓരോ സ്വപ്നലോകത്ത് ജീവിക്കുന്നവരാ, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഇല്ല ഒന്നിനും. ഓഹോ, പിന്നെ ഏത് ടൈപ്പ് ആളുകളെയാ പൊന്നുമോൻ ഇഷ്ടം? എനിക്ക് കുറച്ച് മെച്യൂർഡായ ആളുകളെയാ ഇഷ്ടം. വയസ്സൊക്കെ ഒരു ഫാക്ടറല്ല. എന്ന് വെച്ചാൽ കുറച്ച് വിവരമുള്ള ആളുകളാവണം. വയസ്സ് കൂടുതലോ കുറവോ അതൊന്നും എനിക്ക് ബാധകമല്ല. ഓഹോ, അപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിലോ? സന്തോഷപൂർവ്വം സ്വീകരിക്കും. പക്ഷേ എന്നെ കിട്ടാൻ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് എടുക്കണമെന്ന് മാത്രം. അതെന്താ അങ്ങനെ? അതായത് ആൻറ്റി, എന്നെ ഇഷ്ടപ്പെടുന്നവരെ അക്സെപ്റ്റ് ചെയ്യാനും അപ്രിഷ്യേറ്റ് ചെയ്യാനും എനിക്കൊരു മടിയുമില്ല. അത് 18 ആയാലും 50 ആയാലും നേരെ വാ നേരെ പോ എന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കണമെന്ന് മാത്രം. നീ ആൾ കൊള്ളാലോടാ. അതത്ര വലിയ സംഭവമൊന്നുമല്ല, ഏറെക്കുറെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയുമെന്ന് പേടിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്. അത് മാനേജ് ചെയ്യാൻ മിടുക്കുള്ളവർ ലൈഫ് എൻജോയ് ചെയ്യും. മോൻ്റെ വർത്തമാനം കേട്ടിട്ട് ലൈഫ് നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ഉണ്ടെന്ന് കൂട്ടിക്കോ. ആരാ എന്താ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. 10 സെക്കൻഡ് സൈലൻ്റ് ആയ ശേഷം ആൻറ്റി വീണ്ടും എന്നോട് ചോദിച്ചു, എന്നെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താ? അതിപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയുന്നേ? നമ്മൾ കണ്ടിട്ട് 2 മണിക്കൂറല്ലേ ആയുള്ളൂ. എന്നാലും പറയാം. എനിക്ക് മനസ്സിലായിടത്തോളം ആൻറ്റി അത്യാവശ്യം ബോൾഡാണ്, പിന്നെ നല്ല സൗന്ദര്യവുമുണ്ട്. ബോൾഡ്നെസ് ഒക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷേ സൗന്ദര്യം നീ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻറ്റി, സൗന്ദര്യം കാണുന്നവൻ്റെ കണ്ണിലാണ്. അത് പലർക്കും പല തരത്തിലായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒറ്റ നോട്ടത്തിൽ ആൻറ്റിയെ കണ്ടാൽ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നും, പക്ഷേ സംസാരം കേട്ടാൽ ഉള്ള ഇഷ്ടം പോകും. അത് കേട്ടപ്പോൾ ആൻറ്റിക്കൊരു ദേഷ്യം വന്ന പോലെയായി. ഞാൻ വെറുതെ പറഞ്ഞത് ആൻറ്റി, ഒരു തമാശ എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി ഒന്ന് ചിരിച്ചു കാണിച്ചു. അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവായി. ഞാൻ നിൻ്റെ അടുത്ത് കംഫർട്ടബിളാണ്,
നീ എൻ്റെ അടുത്ത് കംഫർട്ടബിൾ ആണോ എന്ന് ആൻറ്റി ചോദിച്ചു. ആ അതേലോ, എന്താ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? അല്ല, നിനക്കെന്തോ എൻ്റെ അടുത്ത് നിന്ന് പറയാൻ ഇഷ്ടമല്ലാത്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെയൊന്നുമില്ലടാ, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാനാണ് നിന്നെ അങ്കിളിനെ കൊണ്ട് വിളിപ്പിച്ചത് ഇവിടെ വീട്ടിലേക്ക് വരാൻ പറയാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. നിന്നെ വിട്ടുകളയാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ലടാ. ഞാൻ നിന്നെ വിശ്വസിക്കുക, നിൻ്റെ പ്രണയിനിയാകാൻ എൻ്റെ മനസ്സ് വല്ലാതെ കൊതിക്കുക. എന്നാലേ ഇങ്ങോട്ട് വാ, ഞാനത് സത്യമാണോ എന്ന് നോക്കട്ടെ. എന്താ നീ അങ്ങനെ ഒരു സംസാരം? എന്താ നീ പറഞ്ഞു വരുന്നത്? അടുത്തേക്ക് വാ, അത്രയ്ക്കും എന്നെ ഇഷ്ടമാണെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാ. അങ്ങനെ ആൻറ്റി എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ ആ നിമിഷം ആൻറ്റി അടുത്തോട്ട് വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആൻറ്റി ആ നിമിഷം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം പറഞ്ഞു. ആദ്യം നീ എൻ്റെ പ്രണയം ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഓക്കെ, അതിനു മുൻപ് നിൻ്റെ അനുഭവങ്ങൾ പറ. നിനക്ക് എന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? നിൻ്റെ ആദ്യത്തെ പ്രണയിനി ഞാനാണോ? അതൊക്കെ പറയാം. അതിനു മുന്നേ ആൻറ്റിയുടെ കഥ പറ, എന്നിട്ട് ഞാൻ പറയാം. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ലടാ മോനെ. എൻ്റെ കിട്ടിയവനാണ് ആദ്യമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ആൾ. പിന്നെ ഞങ്ങൾ 2 സ്ഥലത്തായതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ഷാർജയിൽ നഴ്സായിരുന്നു, അങ്കിളിനെ നാട്ടിൽ ജോലിയും. പിന്നെ ഒരു 30 കഴിഞ്ഞപ്പോൾ നന്നായി എനിക്കെൻ്റെ അങ്കിൾ കൂടെ വേണമെന്ന് തോന്നി. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരുപാട് കൊതിച്ചിരുന്നു. ആ നിമിഷത്തിലൊന്നും എനിക്കെൻ്റെ ഭർത്താവിനെ അടുത്ത് കിട്ടിയില്ല. അവസാനം ഞാൻ ഒരാളെ കണ്ടുപിടിക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലെ ഒരു വാച്ച്മാനെ ഞാൻ കറക്കിയെടുത്തു. അങ്ങനെ അയാളുമായി പ്രണയം തുടങ്ങി. ഭർത്താവ് അടുത്തില്ലാത്തത് കൊണ്ട് ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാകുന്ന സാധാരണ കാര്യമല്ലേടാ അതും. അങ്ങനെ ഒരു അനുഭവം മാത്രമാണ് രണ്ടാമത് എനിക്കുണ്ടായത്. അതിനുശേഷം പിന്നീട് പ്രണയം തോന്നിയത് നിന്നോടാണ്. നീ എൻ്റെ 3ാമത്തെ വ്യക്തിയാണ്. അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ കഥകൾ. ഇത് ഞാൻ ഇതുവരെ അങ്കിളിനോട് പോലും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ നിന്നോട് എനിക്ക് പറയണമെന്ന് തോന്നി. ഇനി നിൻ്റെ അനുഭവങ്ങൾ പറ. അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരു 5-6 പേര് എന്തായാലും വന്നു പോയിട്ടുണ്ട്. 5-6 പേരോ? നീ എന്തായി പറയുന്നത്? ഇത്രയും ആളുകളെ? അതും ഈ ചെറുപ്രായത്തിൽ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ കിട്ടാനാണോ പാട്? നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ. പിന്നെ സ്കൂളിൽ പോകുമ്പോഴുണ്ടായിരുന്നു, കോളേജിലുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരുപാട് കിട്ടി അവസരങ്ങൾ. അതെല്ലാം ഞാൻ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. ആൻറ്റിക്കും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടല്ലേ? ആ, അതെൻ്റെ തെറ്റാണ്, ഞാനത് മനസ്സിലാക്കുന്നു. എന്നാൽ നിൻ്റെ അനുഭവങ്ങൾ പറ. അങ്ങനെ പറയാൻ വരട്ടെ. അങ്ങനെ പറഞ്ഞ് വെറുതെ സമയം പാഴാക്കുന്നത് എന്തിനാ? ഇപ്പോഴുള്ള സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയല്ലേ വേണ്ടത്? ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കഴിയാം. എന്നിട്ട് ആൻറ്റി തന്നെ തീരുമാനിക്കേ എങ്ങനെയാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ മാറ്റിയെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ആൻറ്റിയും ആ ദിവസം ഒരുമിച്ച് കഴിഞ്ഞു. പിറ്റേന്ന് എഴുന്നേറ്റപ്പോൾ ആൻറ്റിക്ക് എന്നെ പറ്റി നല്ല മതിപ്പായിരുന്നു. നിൻ്റെ അനുഭവങ്ങൾ നിന്നെ വലിയൊരാളാക്കിയിട്ടുണ്ട്, നിൻ്റെ അങ്കിളിനേക്കാൾ വലിയ ഒരാൾ. അതുകൊണ്ട് നിന്നെ ഇനി ഞാൻ വിട്ടുകളയുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട എൻ്റെ പൊന്നമോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റി എന്നോട് വല്ലാതെ അടുത്തു. 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിരിയാൻ പറ്റാത്ത അത്രയും അടുത്തു പോയി.